വളകാപ്പിന് പോയ വിശേഷം പറഞ്ഞില്ലല്ലോ. ഞാനും എൻ്റെ ഏടത്തിയമ്മയും കൂടിയിട്ടാണ് വളകാപ്പിന് പോയത് കേട്ടോ. എൻ്റെ വീട് നാത്തൂൻ്റെ വീടിൻ്റെ അടുത്തായ കാരണം കൊണ്ട് ഞങ്ങളെ വിളിക്കാൻ ലാസ്റ്റ് വരുമെന്ന് പറഞ്ഞിരുന്നു. ഏകദേശം ഒരു 10-10:30 ആകുമ്പോൾ 10-10 ഞങ്ങൾ റെഡി ആയിട്ടില്ല. ഈ സാരിയൊക്കെ കൊടുത്ത് റെഡിയായി വരണ്ടേ. പിന്നെ നേരെ അളിയൻ്റെ വീട്ടിലെത്തി. അവിടെ എല്ലാം സെറ്റായിരുന്നു കേട്ടോ. എല്ലാം അലങ്കരിച്ച് ഞങ്ങൾക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞ് പിന്നെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. ഈ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ വളകാപ്പല്ല, ഇളയച്ചും മുത്തച്ചും, അതായത് ചേട്ടൻ്റെ അനിയൻ്റെയും ഭാര്യമാരെ 2 പേരും 7-ാം മാസമാണ്. ഇത് അളിയൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. ഇത് അളിയനും നാത്തൂനും, ഇത് അളിയൻ്റെ അനിയനും ഭാര്യയും. പിന്നെ അവർ വളകാപ്പ് ചടങ്ങങ്ങ് ആരംഭിച്ചു കേട്ടോ. പിന്നെ എല്ലാവരും മുഖത്ത് മഞ്ഞളൊക്കെ തേച്ചു. അവിടുത്തെ അച്ഛനും അമ്മയും എൻ്റെ അമ്മോശനും അമ്മയും അങ്ങനെ എല്ലാവരും മുഖത്ത് മഞ്ഞളൊക്കെ തേച്ച് മധുരം കൊടുത്ത് കുപ്പികളൊക്കെ ഇട്ട് ചടങ്ങുകൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. കാരണം ഏകദേശം ഞങ്ങളവിടെ എത്തിയത് ഈ ഗർഭിണികൾ ഇറക്കി കൊണ്ടുവരുമ്പോൾ ഒരു സമയം നോക്കിയിട്ടാണല്ലോ പോവുക. ആ സമയത്തിനോട് ഏകദേശം അടുത്തെത്താനായിരിക്കണം. അപ്പോൾ ചടങ്ങുകളും തീർക്കണം. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കണം. അതുകൊണ്ട് വേഗം വേഗം എന്ന് എല്ലാവരും ഇങ്ങനെ പറയുമായിരുന്നു. ഏകദേശം 1 മണിയൊക്കെ ആയിരുന്നു കേട്ടോ ഈ ചടങ്ങൊക്കെ നടക്കുന്ന സമയത്ത്. പിന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മധുരം കിട്ടുന്ന കാരണം കൊണ്ട് അവർക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വിശപ്പുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് വിശപ്പുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ആയ കാരണം ആരും അത് ഇങ്ങനെ ഒന്നും മൈൻഡാക്കിയില്ല. പിന്നെ ആ വിശപ്പ് മാറിയത് ഞങ്ങൾക്കൊക്കെ മധുരം കിട്ടിയപ്പോഴാണ് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, അവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ ഭക്ഷണത്തിനിരുന്നു. അവരത് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ, കാരണം ഇന്ന് അവരുടെ ദിവസമാണല്ലോ. പിന്നെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഫുഡൊക്കെ അടിച്ചു. ഞങ്ങളെല്ലാവരും കുറേ കിസ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 1:30 ആയി. പിന്നെ ദക്ഷിണ കൊടുക്കുന്നൊരു ചടങ്ങ് ഉണ്ടല്ലോ, അപ്പോൾ ദക്ഷിണ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്കായിരുന്നു. പിന്നെ അങ്ങനെ ദക്ഷിണ കൊടുക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ചേച്ചിയാണെങ്കിൽ 7-ാം മാസമായി. ഇതുവരെ അവളെ സ്വന്തം വീട്ടിൽ വന്ന് നിന്നിട്ടില്ല. ഈ 7 മാസം അവളുടെ വീട്ടിൽ തന്നെയായിരുന്നു, അതായത് അളിയൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ അതുകൊണ്ടായിരിക്കാം നമ്മൾക്ക് നല്ല വിഷമമുണ്ട്. അങ്ങനെ അവർ വീട്ടിലെത്തിയിട്ടോ. ഇത് ഞാനെടുത്ത വീഡിയോ അല്ല, ഞങ്ങൾ കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല. ഇതെൻ്റെ കെട്ടിയോൻ, അതായത് എൻ്റെ ഭാവി വരനെടുത്ത് തന്ന വീഡിയോ ആണ് കേട്ടോ. പിന്നെ അവിടുത്തെ ചെറിയ ചടങ്ങുകളൊക്കെ ആയിരുന്നു കേട്ടോ. ആരതി ഒഴിഞ്ഞു, അതുപോലെ നിലവിളക്ക് കൊളുത്തിയിട്ടാണ് അവളെ വീട്ടിലേക്ക് കയറ്റിയത്. അങ്ങനെ ഇനി അവർ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് 6-ാം മാസം കുഞ്ഞിനെയും കൊണ്ടേ അളിയൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതാണ് വളകാപ്പ് വിശേഷങ്ങൾ. താങ്ക്